എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 ഓഗസ്റ്റ് 10 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തേത് നോക്കാം. ഇന്ത്യൻ റെസ്ലർ ഹൂ വോൺ ദി ബ്രോൺസ് മെഡൽ ഇൻ മെൻസ് 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ കാറ്റഗറി അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ വെച്ച് പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ കാറ്റഗറിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ റെസ്ലർ ആരാണെന്ന്? ആൻസർ അമൻ ഷെറാവത്ത് ആണ്. അമൻ ഷെറാവത്ത് ആണ് ഈ 57 ഫ്രീ സ്റ്റൈൽ കാറ്റഗറി മെൻസ് വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ ഇന്ത്യൻ റെസ്ലർ. ഇദ്ദേഹത്തിന് ഈ ഒരു നേട്ടത്തോടൊപ്പം വേറൊരു നേട്ടം കൂടി കൈവരിക്കാനായിട്ടായി. അതായത് ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു ബഹുമതി ഈ ഒരു അമൻ ഷെറാവത്തിന് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഏറ്റവും പ്രായം കുറഞ്ഞ ആ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നത് PV സിന്ധുവിനായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയതിനേക്കാളും കുറഞ്ഞ പ്രായത്തിലാണ് ഇപ്പൊ അമൻ ഷെറാവത്തിന് ഈ ഒരു ഒളിമ്പിക്സ് മെഡൽ നേട്ടം കൈവരിക്കാനായത്. അപ്പോൾ ഹി ബിക്കെയിംസ് ഇന്ത്യസ് യങ്ങസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡലിസ്റ്റ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അടുത്തത്, വിച്ച് കോർപ്പറേഷൻ ഇൻ കേരള ഈസ് ഗോയിങ് ടു ലോഞ്ച് ഡോഗ് അഡോപ്ഷൻ സെന്റർ ടു അഡ്രസ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് സ്ട്രീറ്റ് ഡോഗ്സ് ഇൻ ദ സിറ്റി. അതായത് സിറ്റിയിലെ കൂടി വരുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഈ നായ്ക്കളെയൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള സെന്റർ ആരംഭിക്കാൻ പോകുന്ന കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണെന്ന്? അത് കൊച്ചി കോർപ്പറേഷനിലാണ് ആ ഒരു പദ്ധതി തുടങ്ങാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, which all areas are integrating to form the third largest tiger reserve in the country in the state of ഛത്തീസ്ഗഡ്. അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ പുതിയൊരു ടൈഗർ റിസർവ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ ഒരു ടൈഗർ റിസർവിന് അനുമതിയായിട്ടുണ്ട്. ആ ടൈഗർ റിസർവ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് മാറാനാണ് പോകുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഏരിയകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു പുതിയ ടൈഗർ റിസർവ് വരാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെ ഏരിയകളെയാണ്? ഒരു നാഷണൽ പാർക്കും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു ടൈഗർ റിസർവ് വരാൻ പോകുന്നത്. അതായത് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും തമൂർ പിങ്കള വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഛത്തീസ്ഗഡില് ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ ടൈഗർ റിസർവ് വരാൻ പോകുന്നത്. ഏതൊക്കെ ഏരിയ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും തമൂർ പിങ്കള വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടിയാണ് ഇവിടെ കൂട്ടിച്ചേർത്ത് പുതിയ ടൈഗർ റിസർവ് വരാൻ പോകുന്നത്. അടുത്തത്, പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ടു എൻഹാൻസ് ഡൽഹീസ് കൾച്ചറൽ ആൻഡ് എസ്തെറ്റിക് ഔട്ട്ലുക്ക്. അതായത് ന്യൂഡൽഹിയുടെ ഒരു കൾച്ചറൽ ആൻഡ് എസ്തെറ്റിക് ഔട്ട്ലുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് കൾച്ചർ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ പേര് പ്രൊജക്ട് പാരി എന്നാണ്. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പ്രൊജക്ട് പാരി അഥവാ പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ആ ഒരു പ്രൊജക്റ്റിന്റെ പേര്. നെക്സ്റ്റ്, former CM of West Bengal who recently passed away and he was known for his attempts to modernize and industrialize West Bengal. അതായത് ഈ അടുത്തിടെ വെസ്റ്റ് ബംഗാളിന്റെ മുൻ ചീഫ് മിനിസ്റ്റർ അന്തരിച്ചു. അദ്ദേഹം ബംഗാളിനെ മോഡേണൈസ് ചെയ്യാനും ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നാണ് പറയുന്നത്? അദ്ദേഹം ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നാണ്. അപ്പോ ആ ഒരു പേര് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, എ ഡ്രഗ് റെസിസ്റ്റന്റ് ഫംഗൽ ഇൻഫെക്ഷൻ കോമൺലി നോൺ as ringworm or jock itch ഫസ്റ്റ് ഐഡന്റിഫൈഡ് ഇൻ ഇന്ത്യ ആൻഡ് ബിക്കമിങ് എ മേജർ ഹെൽത്ത് പ്രോബ്ലം ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് ഫംഗൽ ഇൻഫെക്ഷൻ. അതായത് ഇന്ത്യയിലാണ് ആ ഒരു ഇൻഫെക്ഷൻ ആദ്യമായിട്ട് കാണുന്നത്. അത് ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അതിനെ കോമൺലി അറിയപ്പെടുന്നത് റിംഗ് വേം എന്നും ചോക്ക് ഇച്ച് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഇൻഫെക്ഷന്റെ പേര് ട്രിച്ചോഫൈറ്റോൺ ഇൻഡോട്ടിനി എന്നാണ്. ട്രിച്ചോഫൈറ്റോൺ ഇൻഡോട്ടിനി എന്നാണ് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷന്റെ പേര്. നെക്സ്റ്റ്, mission launched in August 2019 to provide safe and adequate drinking water through individual functional household tap connections by 2024 to all the households in rural India. അതായത് റൂറൽ ഇന്ത്യയിലുള്ള
അതായത് ഗ്രാമീണ ഇന്ത്യയിലെ എല്ലാ വീടുകളിലേക്കും 2024 അവസാനമാകുമ്പോഴേക്കും ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി 2019 ആരംഭിച്ച ആ ഒരു മിഷന്റെ പേര് ജൽ ജീവൻ മിഷൻ എന്നാണ് ആ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. ജൽ ജീവൻ മിഷൻ. നെക്സ്റ്റ്, scheme launched by Tamil Nadu government to remit 1,000 rupees to 3.28 lakh male college students. അതായത് തമിഴ്നാട്ടിലെ 3.28 ലക്ഷത്തോളം വരുന്ന ആൺകുട്ടികളായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിന് മാസം 1000 രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതി അത് തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പൊ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കീമിന്റെ പേര് തമിഴ് പുതൽവൻ സ്കീം എന്നാണ്. തമിഴ് പുതൽവൻ സ്കീം എന്നാണ്. അപ്പൊ ആ ഒരു സ്കീമിന്റെ പേര് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, എ ലങ് ഡിസീസ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ഇൻഹേലിംഗ് സിലിക്ക ഡസ്റ്റ് ഓർ ക്രിസ്റ്റൽസ് റിസൾട്ടിങ് ഇൻ ദ ഹാർഡനിങ് ഓഫ് ലങ്സ്. അതായത് ഈ സിലിക്ക ഡസ്റ്റും ക്രിസ്റ്റൽസും ഒക്കെ ശ്വസിക്കുന്നത് മൂലം നമ്മുടെ ശ്വാസകോശം ഹാർഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ കട്ടി കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ആ ഒരു ലങ് ഡിസീസിന്റെ ശ്വാസകോശ രോഗത്തിന്റെ പേര് സിലിക്കോസിസ് എന്നാണ് ആ ഒരു രോഗം അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, അവസാനത്തെ കറണ്ട് അഫെയർ ആണ് ഇന്നത്തെ. പ്രോഗ്രാം പ്രപ്പോസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ വെൽഫെയർ to provide virus-free, high-quality planting materials to farmers, enhancing the quality, productivity, and sustainability of fruit crops across India. അതായത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ വെൽഫെയർ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വരാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസുകൾ ഇല്ലാത്ത ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ കർഷകർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതുവഴി നമ്മുടെ ഇന്ത്യയിലെ പല വർഗ്ഗങ്ങൾ അഥവാ ഫ്രൂട്ട് ക്രോപ്സിന്റെ ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, സസ്റ്റൈനബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ പേര് ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം എന്നാണ്. അപ്പൊ അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സിനെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം കാരണം ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഹോർട്ടിക്കൾച്ചർ മേഖലയിലാണ്, അഥവാ ഫ്രൂട്ട് ക്രോപ്സിനാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ പേരും അത് ഏത് മേഖലയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും നോക്കി വെച്ചേക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.